ഹായ്, എല്ലാവർക്കും പുതിയ സിനിമ ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളേറെ കാത്തിരിക്കുന്ന മമ്മൂക്ക നിതീഷ് മൂവി അപ്പോൾ തുടങ്ങാൻ പോകട്ടോ. ഈ വരുന്ന മെയ് 29-ന് തിരുവനന്തപുരത്ത് അതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകണം. നമ്മളേറെ വെയിറ്റിങ്, കാരണം മമ്മൂക്കയുടെ ഒരു പഴയകാല രാജമാണിക്കാണ് തമ്പി ടൈപ്പ് ഒരു മാസ് മസാല മൂവിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് നമ്മൾ വെയിറ്റിങ്ങാണ്. എന്തായാലും അത് നടക്കാൻ പോവുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂക്ക തന്നെ നിർമ്മിക്കുന്നത്. മമ്മൂക്കയെ കൂടെ ജോർജ് ഉണ്ട്, സുരാജ് വെഞ്ഞാറമ്മൂടുണ്ട്, അങ്ങനെ ഒരു പിടി താരങ്ങൾ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഒരു പ്രത്യേക സ്ലാങ്ങിലാകും ഈ ചിത്രത്തിൽ മമ്മൂക്ക വരിക. ഒരു സർക്കസിൻ്റെ ബേസും കൂടിയാണ്. ഒരു പക്ക ആക്ഷൻ, പിന്നെ അതിൽ കുറച്ച് എക്സ്പെരിമെൻ്റൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ കാലത്തിലും കൂടി പ്രേക്ഷകന് ഇഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു അടാറ് തട്ടുപൊളിപ്പൻ പടമായിട്ടാണ് ഈ വരാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് കാത്തിരുന്ന പടം. അതുപോലെ തന്നെ മമ്മൂക്ക ധനുഷ് മൂവി D55 ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പാക്കപ്പായി മമ്മൂക്കയുടെ പോർഷനെല്ലാം തീർന്ന് ഇനി മമ്മൂക്ക നേരെ അഭിനയിക്കാൻ പോകുന്നത് നമ്മുടെ ഈ മമ്മൂക്ക നിതീഷ് മൂവിയാണ്. അതിനുശേഷം വേറെ ഒരു പടം കൂടി ഉണ്ട്. എന്തായാലും അത് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളാണ് ഫുള്ള്. ഇതിൽ മമ്മൂക്കയെ കൂടാതെ ഒരു 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു ക്യാരക്ടറുണ്ട്. ഇതിൽ മമ്മൂക്ക നായിക ഇല്ല എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത. കാരണം ഇതിലൊരു ഒരു ഗുണ്ട, ഒരു തമിഴ്നാട് കേരള ബോർഡറിൽ വരുന്ന സ്ഥലത്തുള്ള ഒരു ലോക്കൽ ഗുണ്ട. അദ്ദേഹം ഒരു സർക്കസിൽ ഒരു പരിശീലകനാണ്. അതുപോലെ തന്നെ ഒരുപാട് സംഭവമുണ്ട്. അത് നമുക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ലുക്കിലാണ് പുള്ളി വരുന്നത്. ഒരു പ്രത്യേക കോസ്റ്റ്യൂമിലാണ് മമ്മൂക്കയുടെ ഈ ക്യാരക്ടർ നമ്മുടെ മുമ്പിൽ. ഒരു നാടൻ, നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹിക്കും മമ്മൂക്കയുടെ നാടൻ അടിപ്പടം. ഒരുപാട് ആഗ്രഹിക്കാം. നമുക്ക് ടർബൊക്കെ നല്ലൊരു അടിപ്പടം തന്നെയാണ്. പക്ഷെ അതൊരു വേറൊരു വേറെ സ്റ്റൈൽ. പക്ഷേ ഇതൊരു തനി നാടൻ ഒരു അടിപ്പടമാണ്. അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. ആക്ഷന്, സെൻറ്റിമെൻറ്റ്സ്, ഹ്യൂമർ, എല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള മമ്മൂക്കയുടെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് പടമായിരിക്കും. ഇനി അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക ക്യൂബ്സ് മൂവിയിൽ നമ്മുടെ തമിഴ് മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധിനെ ഒക്കെ ക്ഷണിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ക്യൂബ്സിൻ്റെ ഷെരീഫ് മുഹമ്മദിൻ്റെ വീഡിയോ ആയിരുന്നു. നമുക്ക് എന്തായാലും ഒരു മിസ്സിങ് ആണ്. കാരണം അത്രയും വലിയൊരു കാസ്റ്റ് കിട്ടിയിട്ട് അത് മിസ്സായി എന്നുള്ളത് വളരെ ഒരു വിഷമമുള്ള കാര്യമാണ്. എന്തായാലും മമ്മൂക്ക മൂവിയിൽ തന്നെ അനിരുദ്ധിനെ കൊണ്ടുവരുന്ന ഷെരീഫ് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളി ഒരു കാര്യം പറഞ്ഞാൽ പുള്ളി നമ്മുടെ പ്രേക്ഷകൻ്റെ പൾസ് അറിഞ്ഞ് എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ത് വേണമെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഷെരീഫ് മുഹമ്മദ്. അത് നമുക്ക് മുമ്പുള്ള മാർക്കോയിലും കാട്ടാളക്കാരൻ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഇത് ശരിയല്ല കേട്ടോ, ഇത് റെഡി അല്ല കേട്ടോ എന്ന് പറയുമ്പോൾ അത് അവർ ആ കറക്റ്റ് ടൈമിൽ മാറ്റി അതിനെ പാച്ചപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്ഷനാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മമ്മൂക്ക ഷെരീഫ് മുഹമ്മദ് ചിത്രത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റാണ് നമ്മൾ ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന മൂവിയാണ്. അതിലധികം വൈകാതെ കാട്ടാളൻ്റെ റിലീസിന് ശേഷം അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് ഒരുപാട് നല്ല മാസ് മസാലകളും എല്ലാത്തതുമായിട്ടുള്ള ബഡ്ജറ്റുള്ള മൂവികളൊക്കെ നമുക്ക് വരാൻ പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.